ഗൈസ്, നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പം ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ വെബ്സൈറ്റ് ഒന്ന് ചേഞ്ച് വരുത്തേണ്ടതായിട്ടുണ്ട്. ചേഞ്ച് എന്താ നിങ്ങൾ വരുത്തേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതേ സെയിം ഒരു വെബ്സൈറ്റാണ്, അതേ കമ്പനിയുടെ തന്നെ വെബ്സൈറ്റാണ്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടവർക്ക് അറിയാം ഇതിലെങ്ങനെയാണ് നമ്മൾ ചേഞ്ചുകൾ വരുത്തേണ്ടതെന്ന് വെച്ചാൽ. അതായത് നിങ്ങൾ ഈ ഒരു മേളത്തെ ഇവരുടെ സൈറ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ചേഞ്ച് ചെയ്യാൻ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് മേളിൽ കാണാൻ പറ്റും ഷോപ്പ് ക്ലബ് എന്ന് പറഞ്ഞ്. നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് കാണുന്നവരെ നിങ്ങളിവിടെ എൻ്റർ ചെയ്ത സൈറ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കിവിടെ ഷോപ്പ് ക്ലബ് എന്ന് നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. SHOPCLAB അതിനുശേഷം .com എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് എങ്ങനെ ആക്കുക, shopclub.com എന്നാക്കിയതിന് ശേഷം നിങ്ങൾ ഗോ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എഡിറ്റ് ചെയ്ത് നിങ്ങൾ ഗോ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതേപോലൊരു ഇൻ്റർഫേസിലേക്കായിരിക്കും എത്തുന്നത്. ഇതേപോലെ ഒരു ഇൻ്റർഫേസിൽ എത്തിയതിന് ശേഷം നിങ്ങൾ ഫസ്റ്റ് തന്നെ ഇതിലേക്ക് ഇതേപോലൊരു ഇൻ്റർഫേസിലേക്ക് എത്തും. ഇതേപോലൊരു ഇൻ്റർഫേസിലെത്തിയ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഇതിൽ സൈൻ ഇൻ ചെയ്യണം. സൈൻ ഇൻ ചെയ്തതിനായിട്ട് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിലായിട്ട് നിങ്ങൾക്ക് ഒരു 3 ലൈൻ കാണാൻ സാധിക്കും. നിങ്ങൾ ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏറ്റവും താഴെയായിട്ട് ലോഗിൻ ആൻഡ് സൈനപ്പ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. നിങ്ങൾ ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ലോഗിൻ ആൻഡ് സൈനപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഇതേപോലെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ലോഗിൻ അല്ല എന്നുള്ളതല്ല ചെയ്യേണ്ടത്, സൈനപ്പ് ഹിയർ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സൈൻ അപ്പ് ഹിയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതേപോലെ ഒരു ഇൻ്റർഫേസിൽ വരും. ഫസ്റ്റ് തന്നെ നമ്മൾ കാണിക്കുന്നത് രജിസ്റ്റർ നൗ ഗെറ്റ് 20 സൈൻ അപ്പ് ബോണസ്. അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് 20 രൂപ സൈൻ അപ്പ് ബോണസ് കിട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് രജിസ്റ്റർ വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞൊരു ബ്ലൂ കളറിൽ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കും. അങ്ങനെ രജിസ്റ്റർ വിത്ത് ഗൂഗിൾ എന്ന് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ സൈൻ ഇൻ ചെയ്തിട്ടുള്ള എല്ലാ ജിമെയിൽ IDസും കാണിക്കും. അപ്പോൾ അതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. ഫസ്റ്റ് തന്നെ നിങ്ങളുടെ പേര് എൻ്റർ ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ ജിമെയിലിൽ എന്ത് പേരാണോ കൊടുത്തതെന്ന് ആ ഒരു പേര് ഇവിടെ കാണിക്കുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂ എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. നിങ്ങൾ ആ കണ്ടിന്യൂ എന്നുള്ളിടത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടിന്യൂ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതേപോലെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. അത് നിങ്ങളൊരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറയും. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട നിങ്ങളൊരു പാസ്വേഡ് സെറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും കണ്ടിന്യൂ എന്നുള്ളിടത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കും. അങ്ങനെ നിങ്ങൾ പാസ്വേഡ് സെറ്റ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്നുള്ള ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും മൂന്നാമതായിട്ട് നിങ്ങൾക്ക് സെലക്ട് യുവർ ജെൻഡർ എന്ന് പറഞ്ഞ് വരും. അവിടെ നിങ്ങളുടെ ജെൻഡർ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്താൽ മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ വീണ്ടും കണ്ടിന്യൂ എന്നുള്ളിടത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഏജ് എത്രയാണെന്ന് അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏജ് ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് സ്റ്റേറ്റിലാണോ ഉള്ളത് ആ ഒരു സ്റ്റേറ്റും കൂടി ഒന്ന് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്നുള്ളിടത്തൊന്ന് ക്ലിക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ലൊക്കേഷൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ സിറ്റി എവിടെയാണ് അപ്പോൾ നിങ്ങൾ ഏത് സിറ്റി ആണോ എന്നുള്ളത് നോക്കുക. അപ്പോൾ നിങ്ങളെല്ലാം കൊച്ചി കൊടുക്കാൻ നോക്കിയാൽ ബാക്കി ഏതൊക്കെ സിറ്റി ഇതിനകത്ത് വരുമെന്നുള്ളത് അറിയത്തില്ല. നിങ്ങൾ മാക്സിമം എല്ലാവരും കൊച്ചി അതേപോലുള്ള പോപ്പുലറായിട്ടുള്ള സിറ്റികൾ കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ എൻ്റർ യുവർ ഫോൺ നമ്പർ എന്ന് പറയും. അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ നിങ്ങളുടെ UPI അതായത് നിങ്ങൾക്ക് എങ്ങോട്ടാണ് വിഡ്രോ ചെയ്യേണ്ട ആ ഒരു പേടിഎമ്മിൻ്റെ നമ്പർ മാത്രം കൊടുക്കുക. അല്ലാതെ നിങ്ങൾ പേടിഎം ഇല്ലാത്ത ഫോൺ നമ്പർ പോയാൽ നിങ്ങൾക്ക് പിന്നെ വിഡ്രോ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പേടിഎം നമ്പർ മാത്രം എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ പേടിഎം നമ്പർ കൊടുത്തിട്ട് കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലൊരു ഇൻ്റർഫേസിലേക്ക് വരും. അത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് സൈൻ ഔട്ട് ആയിട്ട് നിങ്ങൾ ഒന്നും കൂടെ ലോഗിൻ ചെയ്യാനായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഇവിടെ ലോഗിൻ വിത്ത് ഗൂഗിൾ എന്നെടുത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്ത ഇമെയിൽ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് നിഷ്പ്രയാസം നിങ്ങൾക്ക് ലോഗിൻ ആവുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ലോഗിൻ വിത്ത് ഗൂഗിൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളായിട്ട് ലോഗിൻ ആയിട്ടുണ്ട് നിങ്ങളുടെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു 10 നോട്ടിഫിക്കേഷൻ വന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്നും എങ്ങനെ മണി ഏൺ ചെയ്യാമെന്ന് പറഞ്ഞുതരാം. അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ 3 ലൈൻ കാണാൻ പറ്റും. ആ 3 ലൈൻ എന്നുള്ളിടത്തൊന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. 3 ലൈൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഹോം, ബ്ലോഗ്സ്, ഡാഷ്ബോർഡ്, ഓഫേഴ്സ്, റെഫർ ആൻഡ് ക്ലെയിം കോഡ്, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോഴത്തേക്കും നിങ്ങൾ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഞാൻ ഇവിടെ സ്പിൻ ആൻഡ് വീൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ പറഞ്ഞു തരാം. അവിടെ സ്പിൻ ആൻഡ് വീൽ എന്നുള്ളടത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നിങ്ങൾക്ക് കണ്ടോ സ്പിൻ ചെയ്തുകൊണ്ട് മണി ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളിവിടെ ക്ലിക്ക് എന്ന് പറഞ്ഞ് ചെയ്ത് കൊടുക്കുക. സ്പിൻ ആൻഡ് വീൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതേപോലെ ആയിരിക്കും. അപ്പോഴത്തേക്കും ഇവർ കുറേ ടേംസ് ആൻഡ് കണ്ടീഷനും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും താഴെയായിട്ട് ഐ എഗ്രി എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. നിങ്ങൾ ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഐ എഗ്രി എന്നവിടുന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതേപോലെ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ സ്പിൻ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഏറ്റവും താഴെയായിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾ ജസ്റ്റ് സ്പിൻ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സ്പിൻ ആവുന്നതായിട്ടായിരിക്കും. ഓരോ വട്ടം നിങ്ങൾ സ്പിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്ര കോയിൻ കിട്ടിക്കൊണ്ടേയിരിക്കും. കോയിനല്ല, പൈസ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 3 പൈസ, 4 പൈസ, 5 പൈസ അങ്ങനെ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് സ്പിൻ ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അങ്ങനെ ഇതേപോലെ അൺലിമിറ്റഡ് ആയിട്ട് സ്പിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ദിവസം ഇഷ്ടംപോലെ മണി ഏൺ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവർ പറയുന്നത് 10 സ്പിൻ ആണുള്ളത്. നമ്മളിപ്പം 5 സ്പിൻ ചെയ്തിട്ടുണ്ട്. ഡെയിലി 10 സ്പിൻ നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാൻ
സാധിക്കുന്നതായിരിക്കും. ഓരോ സ്പിന്നിലും നിങ്ങൾക്ക് നിശ്ചിത പോയിൻ്റ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്ന പൈസ എങ്ങനെ വിഡ്രോ ചെയ്യാനെന്ന് നോക്കാം. അതിനുശേഷം അതിനായിട്ട് നിങ്ങൾ 3 ലൈൻ കാണാൻ പറ്റും. നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഹോം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. നിങ്ങൾ ഹോം എന്നുള്ളിടത്ത് നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഹോം എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തുന്നു. ഇങ്ങനെ ഒരു വർക്കിംഗ് ആകത്തോളൂ. ഇനി നിങ്ങൾക്ക് ഇത് മെയിനായിട്ടും സ്പിൻ ചെയ്യാം. അതേപോലെ ഉണ്ട് ക്യൂസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ക്യൂസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യൂസ് പ്ലേ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാൻ പറ്റുക. ക്യൂസ് പ്ലേ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റ് ക്യൂസ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഹിന്ദിയിലായിരിക്കും വരുന്നത്. നിങ്ങളപ്പം കറക്കി കുത്തി കൊടുത്ത് നോക്കുക. അപ്പം ശരിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിശ്ചിത പോയിൻറ്റും കാര്യങ്ങളെല്ലാം കിട്ടുന്നതായിരിക്കും. അതിനുശേഷം ഓരോന്നും നിങ്ങൾ ഇതേപോലെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ സബ്മിറ്റ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ വരും. വീണ്ടും നിങ്ങൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് വീണ്ടും സബ്മിറ്റ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വീണ്ടും നിങ്ങൾ ഇതേപോലെ ഒരെണ്ണം സെലക്ട് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ക്യൂസുകൾ ഇങ്ങനെ വരും. അപ്പോൾ ഹിന്ദിയിലാണ് വരുന്നത്. അപ്പോൾ ഹിന്ദി അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വായിച്ചു നോക്കി കറക്റ്റായിട്ട് കൊടുക്കാനുള്ള ശ്രമിക്കുക. ഇനി പറഞ്ഞ് അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ ചുമ്മാ കറക്കി കുത്തി കൊടുത്താലും മതി. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ക്വിസ് അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് പോയിൻറ്റുകൾ നേടാൻ പറ്റും. അപ്പോൾ 7 ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ അത് 7 ഒന്ന് ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്ത് വിടുക. ജസ്റ്റ് ഇതേപോലെ 7 ആക്കിയപ്പോഴത്തേക്കും നമ്മൾ കൊടുത്തെല്ലാം ശരിയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പോയിൻറ്റുകളും റിവാർഡുകളും കിട്ടി. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം തെറ്റിയത് തന്നെ നിങ്ങൾക്ക് ഇതേപോലെ കാണാൻ പറ്റും. സോറി നിങ്ങൾ ഈ ലോസ്റ്റ് പ്ലേ അഗെയിൻ. അപ്പം അടുത്ത ദിവസം പ്ലേ ഇതിൽ നിന്നും കിട്ടുന്ന പൈസ എങ്ങനെ വിഡ്രോ ചെയ്യാൻ നോക്കാം. അത് നിങ്ങളുടെ പേടിഎമ്മിലേക്കും UPIയിലേക്കും ബാങ്ക് അക്കൗണ്ടിലേക്കും എല്ലാം വിഡ്രോ ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ വിഡ്രോ ചെയ്യാൻ നോക്കാം. വിഡ്രോ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന 3 ലൈനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. മൂന്നാമതായിട്ട് അതായത് ഹോം ബ്ലോഗ് ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ ഡാഷ്ബോർഡ് എന്നുള്ളിടത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ വാലറ്റിനകത്ത് 20 രൂപ 22 പൈസ കിടപ്പുണ്ട്. ഈ 20 രൂപ നമുക്ക് സൈനപ്പ് ബോണസ് ആയിട്ട് കിട്ടിയതും 22 രൂപ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ജസ്റ്റ് സ്പിൻ ചെയ്തപ്പം കിട്ടിയതുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെഡീം എന്നുള്ളിടത്തൊന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ റെഡീം എന്ന് പറയുന്നതുകൊണ്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് റെഡീം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ മിനിമം റെഡീം എന്ന് പറഞ്ഞാലെന്ന് വെച്ചാൽ 50 രൂപയാണ്. നിങ്ങൾക്ക് 50 രൂപ ആയി കഴിഞ്ഞാൽ റെഡീം ചെയ്യാവുന്നതാണ്. അപ്പം ഈ റെഡീം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്യാനൊന്നുമില്ല. ഈ ഒരു ഓക്കെ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ ഒരു ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നിങ്ങൾ റോബോട്ടാണോ അല്ലേ എന്നുള്ളൊരു പോപ്പപ്പ് നോട്ടിഫിക്കേഷൻ വരും. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചൂസ് ചെയ്ത് കൊടുത്തിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾ സക്സസ്ഫുള്ളായിട്ടും വെരിഫൈ ആകുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് നമുക്ക് വീണ്ടും കാണാം.